ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതു നേരെ അജാസിനെയാണ് കോൾ ചെയ്യുന്നത്. അജാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അജാസ്ക ഹോസ്പിറ്റലല്ലേ? അതെ, ഞാനും ഗോവിന്ദ് സാറും ഇവിടെ ഹോസ്പിറ്റലിലാണുള്ളത്. രഞ്ജുവിൻ്റെ അവസ്ഥ എങ്ങനെയാ? ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, ഡോക്ടർ അകത്തുണ്ട്. അപ്പോൾ ഗീതു പറയാണ്, രഞ്ജുവിൻ്റെ അമ്മയെ വിളിച്ച് വിവരം അറിയിക്കണം. അല്ല, അവർ തമ്മിൽ പിണക്കത്തിലല്ലേ? അതൊന്നും നമ്മൾ അറിയണ്ട. രഞ്ജുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയ്ക്ക് അവളുടെ അമ്മയെ വിളിച്ച് വിവരം പറയണം. ഏത് ഹോസ്പിറ്റലിലാണ് രഞ്ജുവിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്? സിറ്റി ഹോസ്പിറ്റലിൽ. ഇവിടുത്തെ ഡോക്ടർ രഞ്ജുവിൻ്റെ അമ്മയുടെ ഫ്രണ്ടാ. അദ്ദേഹം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ് സാറിനും ഡോക്ടർ മുരളീകൃഷ്ണനെ പരിചയമുണ്ട്. സാറ് പറഞ്ഞിട്ടാ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പം ഗീതു കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഡോക്ടർ മുരളീകൃഷ്ണൻ വിജയലക്ഷ്മി മാമിൻ്റെ ഫ്രണ്ടാ. കണ്ണേട്ടനും ഡോക്ടറുമായിട്ട് അടുത്ത പരിചയമുണ്ട്. ഇതിൽ വേറെന്തോ കണക്ഷൻ ഉണ്ടല്ലോ ഇക്ക. അപ്പോൾ അജാസും പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചോളാം പെങ്ങളെ. എന്തെങ്കിലും അവിടെ അപ്ഡേഷൻസ് വിവരങ്ങളുണ്ടായാൽ എന്നെ അറിയിക്കണേ ഇക്ക. ഉറപ്പായിട്ടും ഞാൻ പറയാം. ഒടുവിൽ അളിയൻ്റെ വാക്ക് കേട്ട് എന്നെ പറ്റിക്കല്ലേ, ഗീതു പറയുന്നുണ്ട്. അപ്പം അജാസിന് ചിരി വരികയാണ്. ഞാൻ പറഞ്ഞതല്ലേ, എന്നെ വിശ്വസിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ ഒരിക്കലും പറ്റിക്കില്ല, ഒറ്റിക്കൊടുക്കേയില്ല. അപ്പോൾ ഗീതു പുഞ്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് അജാസ് കോള് കട്ട് ചെയ്യുന്നത്. ഗീതു കോള് കട്ട് ചെയ്തപ്പോൾ രേഖ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗീതു എന്താ? ഡോക്ടർ മുരളീകൃഷ്ണയും വിജയലക്ഷ്മി മാഡവും കണ്ണേട്ടനും ഒക്കെ പരിചയക്കാരാ. ഓ, ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ രഞ്ജുവിനെ ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുപോയതിൽ എന്തോ ദുരൂഹതയുണ്ട്. അജാസും ഗോവിന്ദും കൂടെ ICUവിന് പുറത്തവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അജാസ് അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, പേടിക്കാനൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നതും അജാസുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ ഗോവിന്ദ് കണ്ടെങ്കിലും ഗോവിന്ദ് അതൊന്നും മൈൻഡ് വെക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അജാസ് ഗോവിന്ദിനെ നോക്കിക്കൊണ്ട് അവിടുന്ന് മാറിക്കൊടുക്കുകയാണ്. ഗോവിന്ദ് വെറുപ്പോട് കൂടിയാണ് അവിടെ ഇരിക്കുന്നത്, വിജയലക്ഷ്മി വന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ. അപ്പോഴേക്കും വിജയലക്ഷ്മി ഗോവിന്ദിന് അരികിലായിട്ട് ഇരിക്കുകയാണ്. അതുകൂടെ ഇപ്പോൾ ഗോവിന്ദിന് ദേഷ്യം കയറിയിട്ട് അവിടെ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി ഗോവിന്ദിൻ്റെ കൈകളിൽ കടന്നു പിടിക്കുന്നുണ്ട്. ഗോവിന്ദാണെങ്കിൽ കൈ വിടാനും വിടാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വിജയലക്ഷ്മി പിടിച്ച കൈകൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അതായത് ദേഷ്യത്തോടെയും വെറുപ്പോടെയും. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയാണ് എന്നൊരു സ്ഥാനം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ കൈ വിടുവിക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു, ബാംഗ്ലൂരിൽ. അന്ന് നിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്ന ഗീതുവിൻ്റെ ജീവൻ രക്ഷിച്ച് തിരികെ ഏൽപ്പിച്ചത് ഞാനാണ്. അവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അജാസ് അത് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അവരുടെ കയ്യിൽ നിന്നും കൈ തട്ടി എറിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ജീവൻ രക്ഷിച്ചതിൻ്റെ കണക്ക് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് ചെക്ക് തരാം, അതിൽ നിന്ന് എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോ, അതും പലിശ സഹിതം. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിനക്ക് പണത്തിൻ്റെ കണക്ക് മാത്രമേ അറിയൂ. എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചതിന് ഇപ്പോഴേ നന്ദി പറയുന്നു, അല്ലെങ്കിൽ നന്ദിയില്ലാത്തവളെന്ന് നീ തന്നെ പിന്നീട് പറയും. അത് മൈൻഡ് വെക്കാതെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതെൻ്റെ കടമയാ. വിജയലക്ഷ്മി തലയാട്ടിക്കൊണ്ട് പറയാണ്, അല്ല, പ്രത്യുപകാരം. ബാംഗ്ലൂരിൽ വെച്ച് നിൻ്റെ പ്രാണനായ ഗീതുവിൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചതിന് പകരമായി നീ രഞ്ജുവിൻ്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ വിജയലക്ഷ്മിയുടെ വാക്കുകൾക്കൊന്നും ഗോവിന്ദ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. താല്പര്യമില്ലാത്ത മട്ടിലാണ് കേട്ട് നിൽക്കുന്നത്. അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഒരുപക്ഷേ ശിവരഞ്ജിനിയെ തിരികെ ഏൽപ്പിക്കേണ്ട ചുമതല വിധി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പം ഗോവിന്ദ് പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കാനോ? അതെ, ഇവിടെ നിന്ന് ഞാൻ അവളെ എൻ്റെ കൂടെ ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നടക്കില്ല. തക്ക സമയത്ത് ഞാൻ എത്തിയതുകൊണ്ട് എനിക്ക് രഞ്ജുവിനെ രക്ഷിക്കാൻ പറ്റി. പക്ഷെ അതൊരിക്കലും അവളെ നിങ്ങളെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം വിജയലക്ഷ്മി ഗോവിന്ദിനെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാൻ അവളെ കൊണ്ടുപോകുന്നത് അറക്കലേക്ക് തന്നെയാണ്. വിജയലക്ഷ്മി ശരിക്കും ഷോക്കായി പോവുകയാണ് ഗോവിന്ദിൻ്റെ ആ സംസാരം കേൾക്കുന്ന സമയത്ത്. അതൊക്കെ അജാസ് ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിൽ വെറുപ്പോട് കൂടി തന്നെയാണ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയാണ്, ഞാൻ അവളുടെ അമ്മയാണ്. എന്നെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറും, അവൾ എൻ്റെ കൂടെ പോരും. അപ്പോൾ ഗോവിന്ദ് പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയാണ്, ICUന്ന് അവൾ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്കൊപ്പമാണ് വരുന്നത് എന്ന് രഞ്ജു പറയുകയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോവാം. അതല്ല, നിങ്ങളുടെ മുഖം കാണണ്ട എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ മകളുടെ അവകാശം പറഞ്ഞ് ഇവിടെയെങ്ങും കണ്ടുപോകരുത്. സ്തബ്ധയായിട്ട് നിൽക്കുന്ന വിജയലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് ഗോവിന്ദ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ആ നിമിഷം തിരിച്ചു പോയിക്കോണം. എന്നിട്ട് അവരെ മൈൻഡ് പോലും ചെയ്യാതെ ഗോവിന്ദ് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഗോവിന്ദിൻ്റെ ആ പോക്ക് തന്നെ നോക്കി വിജയലക്ഷ്മി നിൽക്കുന്നുണ്ട്.
മക്കളാൽ നോവുന്ന ഒരു അമ്മയുടെ മനസ്സുമായിട്ടാണ് വിജയലക്ഷ്മി അവിടെ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഗീതു ആകെ മൊത്തം ടെൻഷനിലായിട്ടാണ് അവിടെ വീട്ടിൽ നിൽക്കുന്നത്. ആ സമയത്താണ് ഫോൺ വരുന്നത്. നോക്കുന്ന സമയത്ത് അവർണികയാണ്. എന്താ അവർണിക? ഗീതാഞ്ജലി വീട്ടിലാണോ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഗീതാഞ്ജലിയോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഇടറിക്കൊണ്ടാണ് അവർണിക സംസാരിക്കുന്നത്. പറയണോ വേണ്ടയോ എന്ന് ഒരുപാട് തവണ തീരുമാനിച്ചിട്ടും അവസാനം പറയണമെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പം ഗീതു ആകെ മൊത്തം രഞ്ജു ഹോസ്പിറ്റലായതിൻ്റെ ടെൻഷനിലാണുള്ളത്. അപ്പോഴും ഗീതു പറയുന്നുണ്ട്, അവർണിക പറഞ്ഞോളൂ. അപ്പോൾ അവർണിക പറയാണ്, ഫോണിൽ പറയാൻ പറ്റില്ല, പല ഡോക്യുമെൻറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന കാലമാണ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ആരൊക്കെ ഹാക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഗീതു അവർണിക പറയുന്നതൊന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പക്ഷെ എന്നാലും ഗീതു സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർണിക പറയാണ്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നാൽ മതി, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. അപ്പോൾ ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ഫ്രണ്ട്സിനെ നേരിട്ട് കാണാൻ അപ്പോയിൻമെൻറ്റ് വേണോ? അവർണിക വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഗീതുവിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ സ്വീകരിക്കുന്നത്. അപ്പം അവർണിക പറയുന്നുണ്ട്, കുറച്ച് ഒഫീഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനിപ്പോൾ അറക്കലേക്ക് വരട്ടെ. ആ അതിനെന്താ? ഗീതു പറയുന്നുണ്ട്. അപ്പോഴേക്കും താഴെ കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുകയാണ്. കാറ് മുറ്റത്ത് വന്ന് നിർത്തി അതിൽ നിന്ന് ദേഷ്യത്തോടെ അജാസും അതുപോലെ തന്നെ ഗോവിന്ദും ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഗീതു അവർണിക കോളിലുണ്ട് എന്നുള്ള കാര്യം തന്നെ മറന്നുപോയി അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവർണിക ചോദിക്കുന്നുണ്ട്, ഹലോ. ഹലോ അവർണിക, ഞാൻ കരുതി കോള് കട്ട് ചെയ്ത് എവിടേക്കോ പോയെന്ന്. ഞാൻ ഉടനെ എത്താം. പെട്ടെന്ന് ഗീതു പറയുന്നുണ്ട്, ഏയ് അത് വേണ്ട, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എനിക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് വരണ്ട, നാളെ എപ്പോൾ വേണേലും വന്നോളൂ. അപ്പം അവർണിക വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഓക്കെ അവർണിക. ഗീതു കോള് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അജാസും ഗോവിന്ദും കൂടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നേരെ വീട്ടിനകത്തേക്ക് പോവുകയാണ്. അപ്പം ഗീതു വേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട്. കാരണം ബാക്കി എല്ലാവരും അപ്പോഴേക്കും അവിടെ രേഖയും രാധികയും വരുണും കാഞ്ചനയും ഒക്കെ അവിടെ റെഡിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടെൻഷനായ മുഖത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് താഴത്തേക്ക് വന്നിട്ട്, കണ്ണേട്ടാ രഞ്ജുവിന് എന്താ പ്രശ്നം, അവൾക്ക് ബോധം വീണോ? അപ്പം ഗോവിന്ദ് പറയാണ്, എല്ലാം പറയാം, പക്ഷെ അതിനു മുമ്പ് അവളെ ആരാണ് മുറിയിൽ പൂട്ടിയിട്ടതെന്ന് എനിക്കറിയണം. അപ്പോൾ രേഖയുടെ അടക്കം എല്ലാവരുടെയും മുഖം ആകെ ഒരു പതർച്ച ഉണ്ടാവുകയാണ്. കാരണം രാധിക അയച്ചു കൊടുത്ത ഫോട്ടോയിൽ രേഖ ചെയ്തതുപോലെയാണല്ലോ ഉള്ളത്. ഗീതവും പെട്ടെന്നൊന്നും പറയാൻ പറ്റാതെ സ്റ്റക്ക് ആവുകയാണ്. അപ്പോഴേക്കും രാധിക ചോദിക്കുന്നുണ്ട്, ഞാൻ അയച്ച ഫോട്ടോ നീ കണ്ടില്ലേ? അപ്പോൾ ഗോവിന്ദ് തലയാട്ടിക്കൊണ്ട് പറയാണ്, കണ്ടു. അതിനുശേഷം അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഗീതു രേഖയും ചേർന്ന് രഞ്ജുവിനെ പൂട്ടിയിടുന്നത് കണ്ടപ്പോൾ അമ്മയും വരുണും ചേർന്ന് ഫോട്ടോ എടുക്കുകയാണോ വേണ്ടത്? അപ്പോൾ രാധികയും വരുണും ഒരുപോലെ പതറുകയാണ്. കാരണം ഗീതു പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഗോവിന്ദ് ചോദിച്ചിട്ടുള്ളത്. ഗീതുവിന് അത്ഭുതമാവുന്നുണ്ട് ഗോവിന്ദ് അതുപോലെ തന്നെ ചോദിക്കുന്നത് കേട്ടപ്പോൾ. അപ്പം രാധിക ഒന്ന് പതറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ അവളെ തുറന്നു വിടാഞ്ഞത്? രേഖയെ നോക്കുകയാണ്, എന്തായിരിക്കും അമ്മയും വരുണേട്ടനും പറയാമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം രാധിക പറയുന്നുണ്ട്, ആ സമയത്ത് റൂമിൽ രഞ്ജു ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കണ്ണാ, നീ വന്ന് ലോക്ക് തുറന്നപ്പോഴാണ് അതിൽ ആളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഗീതു ശരിക്കും ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഒരു മറുപടി രാധിക പറയുന്ന ഗീതു ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. രേഖ അതുപോലെ ഷോക്കായി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വരുണും പറയുന്നുണ്ട്, അതേ ഏട്ടാ, പാവൻ രഞ്ജു റൂമിലുണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ക്രൂരത അനുവദിക്കില്ലായിരുന്നു. അപ്പോൾ രേഖയും ഗീതുവാണ് ഒരുപോലെ പെട്ടുപോയിട്ടുള്ളത്. അതേസമയം കാഞ്ചന വെറുവിറുക്കുന്നുണ്ട്. ചോദ്യം ഇതായിരിക്കും എന്ന് ഗീതു പാപ്പ ആദ്യം പറഞ്ഞത് കൊടുത്തുകൊണ്ട് ഉത്തരം രണ്ടുപേരും റെഡിയാക്കി വെച്ചു. തുറന്നു പറഞ്ഞിട്ട് വെടിവെച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് രേഖയെ നോക്കുകയാണ്. അതേസമയം രാധിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോവിന്ദിന്, രഞ്ജുവിന് നിക്ടോഫോബിയ എന്ന അസുഖമുണ്ട്. ഇരുട്ടിനെ പേടിയുള്ളത് കൊണ്ട് അവൾ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുകയോ വാതിലടക്കുകയോ ചെയ്യാറില്ല. അതൊക്കെ ഗീതുവിനും രേഖക്കും പുതിയ പുതിയ അറിവുകളായിരുന്നു. അങ്ങനെ ഒരു കാര്യം പോലും അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇത് മനസ്സിലാക്കിയ ഗീതു രഞ്ജുവിനോടുള്ള ദേഷ്യം തീർക്കാനായി അവളെ മുറിയിൽ പൂട്ടിയിട്ടു. ഗീതു ശരിക്കും പതറിപ്പോവുകയാണ്. കാരണം അങ്ങനെ ഒരു കാര്യം പോലും അറിയാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഗീതു സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇല്ല, രഞ്ജുവിന് അങ്ങനെ ഒരു അസുഖം ഉള്ളതായി പോലും എനിക്കറിയില്ല. അപ്പം തന്നെ ഗോവിന്ദ് പ്രതികരിക്കുകയാണ്, ഗീതു നീ മിണ്ടരുത്, ഷൗട്ട് ചെയ്തുകൊണ്ടാണ് ഗോവിന്ദ് പറയുന്നത്. അപ്പോൾ ഗീതു ശരിക്കും പേടിച്ചു പോവുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ആദ്യം രഞ്ജുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഗീതുവാണ് പ്രതിയെന്ന് തെറ്റിദ്ധരിച്ചു. അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ദേഷ്യത്തിൽ എനിക്ക് സംഭവിച്ചതാ. പക്ഷേ റിയൽ ലൈഫിൽ ഗീതുവിന് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗോവിന്ദൻ്റെ ആ വാക്കുകൾ കേട്ട സമയത്ത് ഗീതുവിന് സത്യം പറഞ്ഞ സങ്കടം വരികയായിരുന്നു. തന്നെ കണ്ണേട്ട മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു സങ്കടം. അതേസമയം രാധിക വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഞാനാണ് അവളെ പൂട്ടിയിട്ടതെന്നാണോ നീ പറയുന്നേ? രാധിക ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ രാധിക ചെറുതായിട്ടൊന്ന് ഷോക്കാവുകയാണ്. കാരണം ഗോവിന്ദിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം കേട്ടപ്പോൾ. അപ്പോൾ വരുണ് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടന് നമ്മളെക്കാൾ വിശ്വാസം ഗീതുവിനാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാം അമ്മേ. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ്, ഇറങ്ങുന്നതിന് മുമ്പ്
രഞ്ജുവിനെ പൂട്ടിയിട്ടത് ആരാണെന്ന് കൂടി പറയണം, എന്നിട്ട് പോയാൽ മതി. ഗോവിന്ദിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് ഒരിക്കലും വരുണും രാധികയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗീതു ആണെങ്കിലും അത്ഭുതപ്പെട്ടു പോവാണ്, ഇത്രയും പെട്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം ഗോവിന്ദ് പറയാണ്, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും രഞ്ജുവിനോട് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് അവളടക്കം എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചേ പറ്റൂ. ഗോവിന്ദിൻ്റെ ആ ഒരു മാറ്റം കണ്ടുകൊണ്ട് തന്നെയാണ് രാധിക ചോദിക്കുന്നത്, അവൾ ഇവിടെ താമസിക്കണമെന്ന് നിനക്കെന്ത് ഇത്ര വാശി? അതിനുള്ള ഉത്തരം കേൾക്കണമെന്ന് ഗീതു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാധിക ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തുല്യമായി കരുതാൻ അവളും നീയും തമ്മിലുള്ള ബന്ധം എന്താ? ആ ചോദ്യം ശരിക്കും ഗോവിന്ദിനെ ഒന്ന് സ്റ്റക്കാക്കുന്നുണ്ട്. എന്താ ഉത്തരം പറയാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്റ്റക്ക്. അപ്പം വരുണ് ചോദിക്കുകയാണ്, ഒരിക്കൽ ഓഫീസിൽ വന്ന് ഏട്ടനെ മാനം കെടുത്തിയവളാ അവൾ. പിന്നെ എങ്ങനെ അവൾ ഏട്ടൻ്റെ ഇഷ്ടക്കാരിയായി? വീട്ടിലും ഓഫീസിലും അവൾക്ക് എങ്ങനെ ഇത്ര സ്വാതന്ത്ര്യം കിട്ടി? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം തിരിഞ്ഞു നിന്നിട്ട് അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് ഗോവിന്ദ് പറയുകയാണ്, അവൾ എനിക്ക് വേണ്ടപ്പെട്ടവൾ തന്നെയാ. ഗീതുവിൻ്റെ നെഞ്ചിനെ കീറി മുറിച്ചുകൊണ്ടായിരുന്നു ഗോവിന്ദിൻ്റെ ഓരോ വാക്കുകളും. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, അന്നും ഇന്നും എന്നും രാധികയെയും വരുണിനെയും രേഖയെയും എല്ലാവരെയും ഒരുപോലെ സ്തബ്ധരാക്കുകയാണ് ഗോവിന്ദിൻ്റെ ആ പ്രസ്താവന. അതിനുശേഷം ഗോവിന്ദ് ഒരു കഥ പറയും പോലെ പറയുകയാണ്, ഇടക്കാലത്ത് ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞു തീർക്കാനാ അവൾ വർഷങ്ങൾക്ക് ശേഷം വന്നത്. പക്ഷെ ഞാൻ അവളെ ആട്ടിയിറക്കി. ഗോവിന്ദ് വേദനയോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഓഫീസിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഗീതുവിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഗോവിന്ദ് രഞ്ജുവിനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ നിന്നത് നിൻ്റെ അമ്മയാണ്. അപ്പോൾ രഞ്ജു ബെഗ് എന്ന പോലെ പറയുന്നുണ്ട്, ഈ ഒരു ഘട്ടത്തിൽ ഗോവിന്ദേട്ടൻ എന്നെ കൈവിടരുത്, കഴിഞ്ഞതെല്ലാം മറന്ന് എന്നെ സ്വീകരിക്കണം, വരൂ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ ഷോൾഡറിൽ പിടിച്ച സമയത്ത് ഗോവിന്ദ് കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് ഗോവിന്ദേട്ടൻ കേൾക്കണം. അപ്പോൾ ഗോവിന്ദ് പുച്ഛത്തോടെ പറയാണ്, അതിനുള്ള സമയം കഴിഞ്ഞുപോയി. അപ്പോൾ രഞ്ജു വെല്ലുവിളിയോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ ഞാൻ ആരാണെന്നും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഞാൻ ഇവരോട് പറയാം. അതിനുശേഷം ഗോവിന്ദ് എല്ലാവരോടുമായിട്ട് പറയാണ്, ആ യാത്രയിലാണ് എൻ്റെ മുൻപിലെത്തിയ രഞ്ജു പഴയ രഞ്ജു അല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഗോവിന്ദ് ഓർമ്മിക്കുകയാണ്, അതായത് രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് അന്ന് പുറത്തു പോയതിനു ശേഷം രഞ്ജുവിനോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നു, നീ എന്തിനാ രഞ്ജു ഓഫീസിൽ വന്നിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കിയത് എന്നെ നാണം കെടുത്താൻ വേണ്ടി? അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഗോവിന്ദേട്ടനെ കാണാൻ വന്നതെന്നും എനിക്ക് എന്താ വേണ്ടതെന്നും ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതിലൊന്നും ഇടപെടാൻ എനിക്കാവില്ല. കോടികൾ മുടക്കണമെന്നോ വലിയ ത്യാഗം ചെയ്യണോ എന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, രഞ്ജു ദേഷ്യത്തോടെ പറയാണ്. അതിനുശേഷം സെൻറ്റിമെൻ്റായിട്ട് രഞ്ജു പറയുന്നുണ്ട്, എന്നെ ഇപ്പോൾ ഗോവിന്ദേട്ടൻ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം മാത്രമല്ല ഞാൻ ആഗ്രഹിച്ച ജീവിതം കൂടിയാ കൈവിട്ട് പോകുന്നേ. അപ്പോഴും ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ്, രഞ്ജു വർഷങ്ങളായിട്ട് ഒരടുപ്പമോ കോണ്ടാക്റ്റോ ഇല്ലാത്തവരാണ് നമ്മൾ. പെട്ടെന്ന് നിൻ്റെ കാര്യത്തിൽ കയറി നിൻ്റെ കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരടുപ്പോ ബന്ധവും നമ്മൾ തമ്മിലില്ല. അപ്പോൾ രഞ്ജു സങ്കടത്തോടെ പറയുന്നുണ്ട്, സ്വന്തം അമ്മ പോലും എന്നെ ശത്രുതയോടെയാണ് കാണുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഒരവസാന പ്രതീക്ഷയായിട്ടാണ് ഞാൻ ഗോവിന്ദേട്ടനെ കാണാൻ വന്നത്, എന്നെ കൈവിടരുത്. ഗോവിന്ദിൻ്റെ കയ്യിൽ കയറിയിട്ട് രഞ്ജു പിടിക്കുകയാണ്. അപ്പോഴേക്കും ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നെ ഒരു തരത്തിൽ ഉൾക്കൊള്ളാനാവുന്ന മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. അപ്പോൾ രഞ്ജു വീണ്ടും പറയാണ്, എനിക്കിപ്പോൾ സഹായത്തിന് വേറെ ആരുമില്ല, ഗോവിന്ദേട്ടൻ എന്നെ ഒഴിവാക്കരുത്. അങ്ങനെ അത്രയും ഹാർഡായിട്ട് സംസാരിച്ചപ്പോഴേക്കും രഞ്ജുവിന് പെട്ടെന്ന് തല പൊട്ടിപ്പിളരുന്നത് പോലുള്ള വേദന വരികയാണ്. അപ്പോൾ ഗോവിന്ദിന് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. കാരണം ഗോവിന്ദ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ഗോവിന്ദിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ രഞ്ജു സഹിക്കാനാവാത്ത വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, രഞ്ജു എന്താ നിനക്ക്? തല പൊട്ടിപ്പിളരുന്നത് പോലെ രണ്ട് കൈകൾ കൊണ്ടും തല ഇങ്ങനെ പിടിച്ചിട്ടാണ് രഞ്ജു പറയുന്നത്. അപ്പോഴേക്കും രഞ്ജു ബോധം കെട്ട് വീഴാൻ പോകുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് അവളെ പിടിക്കുകയാണ്. അപ്പം രഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് തല പൊട്ടിപ്പിളരുന്നത് പോലുള്ള വേദന വരും, അനീമിക് ആയതിൻ്റെയാ? അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ലേ? പക്ഷെ അതിന് മറുപടി പറയുന്നതിന് മുന്നേ രഞ്ജു വേദന കൊണ്ട് പൊളയാണ്. അപ്പം രഞ്ജു പറയുന്നുണ്ട്, സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ മുരളീകൃഷ്ണയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. അതൊക്കെ ഗോവിന്ദിന് പുതിയ അറിവുകളായിരുന്നു. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എങ്കിൽ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് രഞ്ജുവിനെ കാറിൽ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലെത്തിയിട്ട് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ഗോവിന്ദിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഗോവിന്ദ്, ശിവരഞ്ജനിയുടെ കാര്യത്തിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, മെഡിസിൻ മുടങ്ങാതെ കഴിക്കുക എന്ന് മാത്രമേ എനിക്ക് കാര്യമുള്ളൂ. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ശിവരഞ്ജനിക്ക് എന്താ അസുഖം, രോഗം എന്താണെന്നും അതിൻ്റെ തീവ്രത എത്രത്തോളാണെന്നും ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല, പറയണ്ട എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്ററാണ്, അവളുടെ രോഗം എന്താണെന്ന് ഞാൻ അറിയുന്നതിൽ എന്താ കുഴപ്പം? അപ്ലാസ്റ്റിക് അനീമിയ. ആ രോഗത്തിൻ്റെ സീരിയസ് ആയ ഹെമറ്റോളജിക്കൽ കണ്ടീഷനിലാണ് ശിവരഞ്ജനി. ചുരുക്കി പറഞ്ഞ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ശരിക്കും ഗോവിന്ദ് ഷോക്കായി പോവുകയാണ്. തൻ്റെ പെങ്ങൾ അത്രയും വലിയൊരു രോഗത്തിൻ്റെ പിടിയിലാണെന്ന് അറിഞ്ഞപ്പോൾ
വീണ്ടും വീണ്ടും ഗോവിന്ദിന് ഡോക്ടറുടെ വാക്കുകൾ ചെവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോവിന്ദിൻ്റെ കണ്ണ് നിറയുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.